അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും പരിശുദ്ധമായ റമളാനിൻ്റെ സ്വീകാര്യത കബൂലിയത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൻ്റെ എല്ലാ ബറക്കത്തും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസം അല്ലാഹു മാറ്റട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അൻവാർ എഫിൻ്റെ കുടുംബമായി എത്രയോ കാലങ്ങളായി വന്നിട്ടുള്ളവർ, സമീപകാലത്ത് വന്നവർ, എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം, വലിയ ആനന്ദം മുസ്ലിം ഉമ്മത്തിന്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പൊരിശക്കപ്പെട്ട വേറിട്ട രാവ്, റമളാനിനെ തന്നെ വേറിട്ട് നിർത്തുന്നത് മനോഹരമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. ആ രാവ് എന്നാണ് എന്ന് നമുക്ക് കറതീർത്ത് അതിന് ഡേറ്റ് പറയാൻ പറ്റിയില്ലെങ്കിലും മുസ്ലിം ഉമ്മത്തിന് ആവേശത്തോടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത പറയാൻ പറ്റുന്നത് പരിശുദ്ധമായ 27-ാം രാവാണ്. അത് കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നോമ്പ് തുറയോടെ കയറി വരുന്ന രാവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൻ്റെ എല്ലാ പോരിശയും ഒന്നും കുറയാൻ നമുക്ക് വാങ്ങാൻ പറ്റും. അത് സിമ്പിളായിട്ട് എങ്ങനെ വാങ്ങാം? പ്രത്യേകിച്ച് ഇന്ന് തസ്ബീഹ് പറ്റാത്ത, ഇന്ന് ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സുള്ള സഹോദരിമാരുണ്ടല്ലോ, അവർക്കും ഒട്ടും മൂല്യം കുറയാതെ ലൈലത്തുൽ ഖദറിൻ്റെ പോരിശ എല്ലാം കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണം, ചൊല്ലണം, ഓതണം, പറയണം, പാടണം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ അതെന്നാണെങ്കിലും കാത്തു നിൽക്കുന്ന ഒരു രാവാണ് 27-ാം രാവ്. ഓരോ നാടുകളിലും പിറ കണ്ടതനുസരിച്ച് 27-ാം രാവ് എന്നാണ്, അന്നാണ് കൂടുതൽ ഉമ്മത്തും കാതോർക്കുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നാണ് എന്നതിനെക്കുറിച്ചുള്ള ഉലമാക്കളുടെ ഡിസ്കസ് കിതാബിൽ കാണാം. 40ഓളം ഈ കാണാൻ പറ്റും അഭിപ്രായങ്ങൾ. 40ഓളം ഇന്നാകാം, നാളെയാകാം സാധ്യതകളൊക്കെ പറഞ്ഞിട്ട് ഇമാം റാസി റഹിമഹുല്ല തങ്ങൾ അവിടുത്തെ തഫ്സീറുർ റാസിയിൽ, തഫ്സീറുൽ കബീറിൽ ലൈലത്തുൽ ഖദറിൻ്റെ സാധ്യതകൾ പറയുന്ന ഉലമാഇൻ്റെ അഭിപ്രായങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അഭിപ്രായങ്ങൾ എമ്പാടും പറയുന്നുണ്ടെങ്കിലും ജുംഹൂറുൽ ഉലമാ, പണ്ഡിതന്മാരുടെ വലിയ സംഘം, അതായത് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് 27-ാം രാവാണ് എന്നാണ് എന്ന് വലിയ സന്തോഷമുണ്ടാക്കുന്നൊരു വാക്ക്. മാത്രമല്ല ഖുർആനാണല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ പൊരിശയുള്ള ഒറ്റ രാവുണ്ട്, അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് എന്ന് ഖുർആൻ പ്രസന്റ് ചെയ്ത ആ രാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ഖുർആനിലെ ഒരു സൂറത്തുൽ ഖദർ, ആ സൂറത്തിൽ തന്നെ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹു അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്ന ആരാന്നറിയോ? ഏതെങ്കിലും ഉസ്താദുമാരല്ല, പള്ളിയിലെ മുസ്ലിയാരെ മൊല്ലാക്കിയല്ല, പിന്നെ ഏതെങ്കിലും മദ്ഹബിൻ്റെ ഇമാമല്ല, മഹാനായ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ പറയാം, എൻ്റെ സകലമായ സെർച്ച് ഞാൻ പഠനം നടത്തി, ഡീപ്പായിട്ട് അന്വേഷിച്ചു, എല്ലാ സെർച്ചും കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വാക്കാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഇക്രീമ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഹദീസിൽ കാണാം. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരു വന്യവയോധികനായ പ്രായം ചെന്നൊരു ഉപ്പ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്കൊരുപാട് നിന്ന് നിസ്കരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് വയസ്സായി, ക്ഷീണമാണ്, വയ്യ, അതുകൊണ്ട് ആ രാവാകാം, ഈ രാവാകാം, മറ്റേ രാവാകാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ് നബിയെ, അതുകൊണ്ട് മുർനി ബിലൈല, ഒരു രാത്രിയെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞു തരാമോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു രാത്രിയെക്കുറിച്ച്. ആ രാത്രിയുടെ പ്രത്യേകത എന്നല്ല, അല്ലാഹു അസ്സ വജല്ല അൻ തുവഫിഖനി ഫീഹാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ തൗഫീഖ് എനിക്ക് കിട്ടണം. എനിക്ക് ലൈലത്തുൽ ഖദർ എൻ്റെ ടാർഗറ്റ്, എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ? എനിക്ക് ലൈലത്തുൽ ഖദർ ഒന്ന് വാങ്ങിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ഏത് രാത്രിയാണ് നബിയെ ഉപയോഗപ്പെടുത്തേണ്ടത്? എല്ലാ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായി, ഒന്ന് പറഞ്ഞാൽ നബിയെ പ്ലീസ് ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഖാല അലൈക ബിസ്സാബിഅ, 27-ാമത്തെ, അതായത് 27-ാമത്തെ രാവിനെ നിങ്ങൾ എടുത്തോളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ലൈലത്തുൽ ഖദറിൻ്റെ തൗഫീഖ് കിട്ടണമെങ്കിൽ ആ രാവ് എടുത്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുള്ള ചർച്ച.
അത് നമുക്ക് വല്ലാത്ത ആനന്ദമുണ്ടാക്കുന്നതാണ്. അപ്പോൾ എമ്പാടും ചർച്ചകൾ എങ്ങനെയൊക്കെ പോയാലും 27-ാം രാവോളം ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് മുഴുവൻ കാലങ്ങളായി കാതോർക്കുന്നത്. ഇന്ന് പള്ളികൾ മുഴുവനും സജീവമാകും, വീടുകളൊക്കെ സജീവമാകും. ഇന്ന് ലൈറ്റ് അണയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ബറക്കത്ത് കേട്ട സ്ഥലമായിരിക്കും. ഒരു ഭാഗ്യമില്ലാത്ത തൗഫീഖില്ലാത്ത ആളുകളാണ്. അള്ളാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താണെന്നറിയോ? ഇന്നത്തെ രാത്രി നമുക്ക് പരമാവധി ഹയാത്താക്കണമെങ്കിൽ അതിനൊരു എനർജി വേണ്ടേ? ആ എനർജിക്ക് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നല്ല ഫുഡ് അങ്ങോട്ട് വയറ് നിറച്ച് ടാങ്ക് ഫുള്ളാക്കി കഴിക്കലല്ല, അത് ഉള്ള എനർജി പോകും. ഏറ്റവും കുറച്ച് നോമ്പ് തുറയിൽ ഭക്ഷണം ഏറ്റവും കുറയ്ക്കേണ്ട രാവ് ഇന്നത്തെ നോമ്പ് തുറയുടെ രാവാണ്. കാരണം ഇന്ന് ഭക്ഷണം കൂടുന്നതിനനുസരിച്ച് ക്ഷീണം കൂടും. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി ഭക്ഷണം കൺട്രോൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ളുഹറിന് മുമ്പായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഖൈലൂലത്തിൻ്റെ ഉറക്കാണ്. അതായത് ളുഹറിന് മുമ്പ് സുന്നത്തായ ഒരു ഉറക്കമുണ്ട്. സുന്നത്തിന് ഫർദിൻ്റെ കൂലിയാണ്, വലിയ കൂലി കിട്ടുന്ന ഉറക്കാണ്. അത് ളുഹറിന് മുമ്പ് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ നമ്മളൊന്ന് ഉറങ്ങിയാൽ നമുക്ക് രാത്രി എത്ര ദൈർഘ്യ നേരം വേണമെങ്കിലും ഒരു കണ്ണിന് പുളിപ്പോലില്ലാതെ നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. അതെല്ലാവരും ഒന്ന് പരിഗണിച്ചു കൊടുക്കണം. ഇന്ന് ളുഹറിന് മുമ്പ് ഖൈലൂലത്തിൻ്റെ നീയത്തിൽ നമ്മൾ ഉറങ്ങണം. അത് രാത്രി ഇബാദത്തിന് ഭയങ്കര ഊർജ്ജം ഉണ്ടാവും. പിന്നെ നോമ്പ് തുറ, അതിന് ശേഷം നമ്മൾ തറാവി കഴിഞ്ഞിട്ടുള്ള ഫുഡൊക്കെ വളരെ കൺട്രോൾ ചെയ്യുക. ധാരാളം വെള്ളങ്ങൾ ആവശ്യത്തിന് കുടിക്കുക, ഫുഡുകൾ വളരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അൽഹംദുലില്ലാ പരമാവധി ഇന്ന് സജീവാക്കുക, കഴിവിൻ്റെ പരമാവധി. അത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഗ്‌രിബ് നിസ്കാരത്തിൽ ജമാഅത്ത് ഒരിക്കലും പോകരുത്, ഒറ്റക്കാകരുത്. സഹോദരിമാരും അങ്ങനെയാകണം, ജമാഅത്തിന് ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം. ഇശാ നിസ്കാരം ജമാഅത്ത് പോകരുത്. സുബഹിക്ക് ജമാഅത്ത് ഉറപ്പാക്കണം. അപ്പം തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ ഏകദേശ ഭാഗമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ സൗഭാഗ്യമാണ്. ആ രാത്രി ഉറങ്ങാത്തവരെ പോലെയാണ് എന്നാണ്. ഈ 3 നിസ്കാരം ജമാഅത്താക്കിയാൽ ഉറങ്ങാത്തവരെ പോലെയാണ്. ഇനി പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത മുഴുവൻ സഹോദരിമാരും എല്ലാ സഹോദരന്മാരും എന്ത് ചെയ്യണം? ഇന്ന് വുളൂ മസ്റ്റായിട്ടും ഇന്നത്തെ രാവും നാളത്തെ പകലും വുളൂയിൽ തന്നെ കഴിഞ്ഞു വരാൻ. വുളൂ എടുത്തു, ടോയ്ലറ്റിൽ പോയി ബാത്റൂമിൽ പോയി ഉടൻ വുളൂ എടുക്കണം. വുളൂ കൃത്യമായിട്ട് പിന്നെ നമുക്ക് എല്ലാ സമയവും ഉണ്ടാകുന്നൊരു ശൈലി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഇബാദത്തിൻ്റെ ഉള്ളിലാണ്, ഒരു സുന്നത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വിശുദ്ധ റമദാനാകുമ്പോൾ ഫർദിൻ്റെ ഉള്ളിലാവും. ഫർദ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഈ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ ഒരവസ്ഥയിലുണ്ടാവും. നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പിന്നെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തനസ്സലുൽ മലായികത്തു വറൂഹ്, അള്ളാഹുവിൻ്റെ മലക്കുകളും ജിബ്രീൽ സ്വലാത്തു വസ്സലാമൊക്കെ ഇറങ്ങി വരുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന തടസ്സം ഒന്നും ഉണ്ടാകാൻ പാടില്ല. മഗ്‌രിബ് മുതൽ നമ്മുടെ വീട് സുഗന്ധപൂരിത. അതിന് നമ്മൾ എത്ര ക്യാഷ് ചിലവ് ചെയ്തിട്ടാണ് വേണ്ടില്ല, വീടിൻ്റെ ഓരോ റൂമുകളിലും സുഗന്ധം ഉണ്ടാകണം. നല്ല പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കണം. നല്ല പെർഫ്യൂം നമ്മുടെ വീട് മുഴുവൻ സുഗന്ധമാണ് ഇന്നത്തെ മഗ്‌രിബ് മുതൽ. മാത്രമല്ല ഈ രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഷോക്കേസിലൊക്കെ അറിയാതെ വച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ കടുവയുടെയോ ഒക്കെ വച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, പലപ്പോഴും ശ്രദ്ധിക്കാതെ. അതൊക്കെ ജീവികളുടെ രൂപങ്ങൾ എടുത്ത് മാറ്റുക. മരമോ വീടോ പിന്നെ മറ്റു കാര്യങ്ങൾ കുഴപ്പമില്ല, ജീവികളുടെ രൂപങ്ങൾ എടുത്ത് മാറ്റി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ വീട് റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല സൂചിപ്പിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഖുർആനോത്തിനെ കുറിച്ച് പറഞ്ഞു, തസ്ബീഹ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി ദിക്ർ, സ്വലാത്ത്, ദുആ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോന്ന് എണ്ണി പറഞ്ഞാൽ ഇമാം സ്വാവി തങ്ങളെപ്പോലുള്ള മഹത്തുക്കൾ ഡിസ്കസ് ചെയ്തതിൽ പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ എല്ലാവർക്കും ഫുൾ ടൈം നിന്ന് നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിസ്കാരങ്ങൾ, ഇപ്പോൾ തസ്ബീഹ് നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലോങ്ങാണ്. ആ നിസ്കാരം 4 റക്അത്ത് വരുമ്പോൾ തന്നെ ഏകദേശം വലിയ മഹത്വവും വലിയ പവറുമാണ്. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അല്ലെങ്കിൽ ഖുർആൻ ഒരുപാട് ഓതാൻ അറിയാത്ത ആളുകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാനവറുകൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ ആയത്തുൽ കുർസി നിർബന്ധമായിട്ട് ഓതണം. അത് ഏറ്റവും പ്രധാന, ഖുർആനിൻ്റെ ഏറ്റവും അഫ്ദലായ ആയത്താണ് ആയത്തുൽ കുർസി. അപ്പോൾ ഖുർആൻ്റെ ഏറ്റവും അഫ്ദലായ ആയത്തുൽ കുർസി ഓതി എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാവിൽ വല്ലാത്ത പുണ്യമാണ്. പിന്നെ പറയുന്ന ആമന റസൂൽ ഓതാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനോളം വരുന്ന ഒരു അള്ളാഹുവിൻ്റെ നിഅമത്ത് വേറെ ഉണ്ടോ? ആമന റസൂല് പോലെ ഭയങ്കര. സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് അവസാനത്തെ ഭാഗം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, ആ ഒരു ഭാഗം അത് തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും പാരായണം ചെയ്യണം. പിന്നെ പരിശുദ്ധമായ സൂറത്തു സൽസല നമ്മൾ പാരായണം ചെയ്യണം. അതായത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അത് പാരായണം ചെയ്യണം. അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ പകുതിയാണ് സൂറത്തു സൽസല.
ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആൻ്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ ഖുർആൻ 15 ജുസു ഓതുന്നതിന് ഏകദേശം സമാനമാണ് സൂറത്ത് ഇദാ സുൽസിലത്തി ഒരു പ്രാവശ്യം ഓതുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതണം ഖത്തമോദിൻ്റെ കൂലി കിട്ടാൻ. സൂറത്ത് സൽസല ഇദാ സുൽസിലത്തി 2 വട്ടം ഓതിയ ഖത്തമിൻ്റെ കൂലി കിട്ടും. അത് നമ്മൾ 2 വട്ടമെങ്കിലും മിനിമം ഓതാൻ വേണ്ടി ശ്രമിക്കണം. മാത്രമല്ല സൂറത്തുൽ കാഫിറൂൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അത് 4 4 സൂറത്തുൽ കാഫിറൂൻ 4 വട്ടം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ ഓതി വെച്ചാൽ ഭയങ്കരമാണ്, മഹാന്മാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അത് ഒരു 3 വട്ടെങ്കിലും ഇവിടെ വരാണ് ഞാൻ ചുരുങ്ങിയതാണ് പറയുന്നത്, കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ സൂറത്ത് യാസീൻ ഓതുക, അത് ഖൽബുൽ ഖുർആനാണ്. ലിമാ ഖുരിയത്ത് ലഹു, എന്തിനാ യാസീൻ ഓതിയത്, ആ കാര്യം നടക്കും. അപ്പോൾ ഒരു യാസീൻ ഓതുമ്പോൾ നമ്മുടെ നിയ്യത്ത് വെക്കുക, അല്ലാഹു ഇന്ന കാര്യം ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിയ്യത്തിൽ ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഏറ്റവും പൊരിശക്കപ്പെട്ട രാവല്ലേ, അള്ളാഹിൻ്റെ മലക്കൾ ആമീൻ പറയുന്ന രാവല്ലേ, മോശാവില്ല. സൂറത്ത് യാസീൻ അൽഹംദുലില്ലാഹ് ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്യുക. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, 7ാമത്തെ കാര്യം. അതേപോലെ തന്നെ 8ാമത്തെ കാര്യം തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് അത് അധികരിപ്പിക്കുക. ഹംദ് അധികരിപ്പിക്കുക, 9ാമത്തെ കാര്യം ഹംദ് അൽഹംദുലില്ലാഹ് അത് അധികരിപ്പിക്കുക. തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10ാമത്തെ കാര്യം, അതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ 11 മറ്റു ദിക്റുകൾ നമുക്കറിയാവുന്നതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. 12 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കൂടുതൽ ചൊല്ലുക. 13ാമത്തത് പിന്നെ നമ്മുടെ സ്വന്തത്തിനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ സ്വന്തത്തിനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും എല്ലാവർക്കും വേണ്ടി, എല്ലാ ലോക മുസ്ലിമികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതിന് വല്ലാത്ത ബെനിഫിറ്റാണ്. അതേപോലെ നമ്മളെക്കൊണ്ട് സാധ്യമാകും വിധം ഓരോരുത്തർക്ക് കഴിവനുസരിച്ച് ഹദിയ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ മഗ്രിബ് മുതൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാളത്തെ സുബ്ഹിയുടെ ഇടയ്ക്കുള്ള സമയം, ആ രാവിൽ നിർബന്ധമായിട്ടും പകലിലും 27 പകലിലും വലിയ പോരിശുണ്ട്, പക്ഷേ രാവിലും വല്ലാത്ത പോരിശാണല്ലോ. അപ്പോൾ ആ രാവിൽ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊടുക്കുക. ഗൂഗിൾ പേ വഴിയാണെങ്കിൽ അങ്ങനെ കൊടുത്ത് ദ്വാരക്കാനൊക്കെ പറയാം. അത് ഏറ്റവും പവറാണ്. റമദാനിൻ്റെ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വതക്ക, ഹദിയ, ദാനധർമ്മങ്ങൾ അത് നടക്കുന്ന എവിടെയാണ്? ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണ്, റമദാനിലാണ്. അത് പരമാവധി ചെയ്തു കൊടുക്കുക. ഇനി 15ാമത്തെ കാര്യം, തെറ്റുകളിൽ നിന്നും അവയവങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ തെറ്റുകളിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ വാട്സപ്പായാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും അതുമായിട്ടുള്ള ഒരു നമ്മൾ ശുഗലാകുന്നത് പണിപ്പെടുന്നത് അത് നമ്മൾ തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഇത് പോരിശക്കപ്പെട്ട രാവാണ്. അത്യാവശ്യത്തിന് മാത്രം നമ്മളൊന്ന് കൈകാര്യം ചെയ്യുക. പിന്നെ അധികവും മുസ്ഹഫിലാകുക, ദിക്റിലാകുക, പള്ളിയിലാകുക, ഖുർആനോത്തിലാകുക, ദുആയിലാകുക, സ്വലാത്തിലാകുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുക കഴിവിൻ്റെ പരമാവധി. ഇനി 16ാമത്തെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇശാ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം അത് ജമാഅത്ത് ആയി നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അവർ ലൈലത്തുൽ ഖദറിൻ്റെ വലിയൊരു വിഹിതം കൊണ്ടുപോയെന്നാണ് ആ ജമാഅത്ത് നിസ്കരിച്ച ആളുകൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ നമ്മൾ പറയാൻ പോകുന്ന ദിക്റുണ്ടല്ലോ, ആ ദിക്ർ ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് 3 തവണ ചൊല്ലിയാൽ അവർ ലൈലത്തുൽ ഖദറിൻ്റെ പോരിശ് കിട്ടിയവരെ പോലെയാണ്. ഇനി ലൈലത്തുൽ ഖദർ ഇന്നത്തെ രാവിലെ അല്ലാന്ന് കൂട്ടുക, 29ാം രാവിലാണെന്ന് കൂട്ടുക, 25-ൽ കഴിഞ്ഞു പോയി എന്ന് കൂട്ടുക, 21ാം രാവിലെ കഴിഞ്ഞു എന്ന് കൂട്ടുക. പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ കൂലി എന്താ? അത് ഇവർക്ക് അല്ലാഹു കൊടുക്കും. ലാഭമല്ലേ, നഷ്ടമല്ലല്ലോ, അത് വമ്പൻ ലാഭമല്ലേ. ഈ ദിക്ർ 3 വട്ടം പറയണം എന്ന് പറഞ്ഞിട്ട് ഉലമാ പറഞ്ഞിരിക്കുന്ന ദിക്ർ ഇതാണ് ആ ദിക്ർ നമുക്ക് പരിചയപ്പെടാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം. എത്ര മനോഹരമാണ്, എത്ര റാഹത്താണ്. കണ്ടോ, ഹലീമായ സഹനമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറൊരു ഇലാഹില്ല. സുബ്ഹാനല്ലാഹി, ഉണ്ടോ, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അത് അള്ളാഹു റബ്ബിസ് സമാവാതി സബ്ആൻ, അള്ളാഹു 7 ആകാശഭൂമികളുടെ റബ്ബാണ്, സംരക്ഷകനാണ്. റബ്ബുൽ അർശിൽ അദീം, ഉന്നതമായ അർശിൻ്റെ റബ്ബാണ്. ഇത് 3 വട്ടം മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റാത്തവർക്കും സ്വീകരിക്കാൻ പറ്റാത്തവർക്കും എന്ത് എഫക്റ്റാണ്, അവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം. ഈ ദിക്ർ 3 വട്ടം പറയുന്ന കാര്യം ഓർത്ത് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നമ്മൾ പാരായണം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ മനസ്സറിഞ്ഞ് കഴിവിൻ്റെ പരമാവധി ഓതണം. അത് ഓതാൻ ആർക്കും തടസ്സം ഉണ്ടാവില്ല, ഒരു പിരീഡും അതിന് തടസ്സമല്ല. ചുരുങ്ങിയത് 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരു ഇലാഹുമില്ല
ഇത് മനസ്സിൽ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ? ഒറ്റവട്ടം ചൊല്ലുമ്പോൾ ഗഫറല്ലാഹു ലഹു ബിവാഹിദ, ഒറ്റവട്ടം ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു നമ്മുടെ തെറ്റ് പുറത്തു തരും. കേട്ടോളൂ, വനജാഹു മിനന്നാരി ബിവാഹിദ, രണ്ടാമത്തെ ചൊല്ലുമ്പോൾ നരകത്തിൽ നിന്ന് മോചനം കിട്ടും. എത്തക്കും മിനന്നാ അള്ളാഹ് അങ്ങോട്ട് കൊടുക്കാൻ. എന്താ ഇപ്പം നടന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടാമത്തെ വട്ടം പറഞ്ഞു. അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി ദഖലൽ ജന്ന ബിവാഹിദ, മൂന്നാമത്തെ അവിടെ പറഞ്ഞാലോ സ്വർഗപ്രവേശനം കൊടുത്തു എന്നാ. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. എത്ര പവറാന്ന് നോക്കി. ഇത് മനസ്സറിഞ്ഞ് പറയാൻ പറ്റണം നമുക്ക് ഈ രാവിലെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ രോഗമുള്ളവരും ക്ഷീണമുള്ളവരൊക്കെ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് കഴിയുന്നത് അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കാൻ പൂർണ്ണമായിട്ട് കഴിയാത്ത രോഗികൾ, പ്രയാസമുള്ളവരുണ്ടാവും, കാലിന് വേദനയുള്ളവർ, പിന്നെ വലിയ വിഷമമുള്ളവരുണ്ടാവും. അവർ ഒരു 2 റക്അത്തിലും തറാവീഹ് നിസ്കരിക്കുക, ഒന്ന് കൂടി കൊടുക്കുക. അവർ പിന്നെ ഒളു ഉണ്ടാകാൻ വേണ്ടി കിടക്കുകയാണെങ്കിൽ പോലും അവർ ഒളുവോടുകൂടെ കിടക്കുക, ദിക്ർ ചൊല്ലിയിട്ട് കിടക്കുക. ഉറങ്ങാൻ രോഗമായി ക്ഷീണമായവർക്ക് ഉറങ്ങേണ്ട ആവശ്യമുള്ള ആകാം, ഒളുവോടുകൂടെ ഉറങ്ങുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഹദിയകൾ, ദാനധർമ്മങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. ദുആകളുണ്ടാവുക, അക്ഷരങ്ങൾ വേണ്ടല്ലോ, ഹർഫുകൾ വേണ്ടല്ലോ, ഭാഷ വേണ്ടല്ലോ, മനസ്സറിഞ്ഞിട്ട് മനസ്സിലറിയാവുന്ന ഒരു അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹു രാവിൻ്റെയും മാസത്തിൻ്റെയും ബർക്കത്തുകൊണ്ട് എനിക്ക് എല്ലാ ഖൈറും നൽകണേ അല്ലാ, ശർറിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. എല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രഗത്ഭമായ രാവാണ്. പിന്നെ കഴിവിൻ്റെ പരമായ തസ്ബീഹ് നിസ്കരിക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ പള്ളികൾ സജീവമാണ്. കുട്ടികൾ വരെ പള്ളിയിൽ വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. വലിയ സന്തോഷമാണ്, മുതിർന്നവരും വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിനിടയിൽ പള്ളിയിൽ വന്നാൽ അത് അള്ളാൻ്റെ വീട്ടിൽ വന്നു എന്നുള്ള മര്യാദ, അവിടെ ദുനിയവിയായ സംസാരങ്ങൾ, അവിടെ ഫോണിൽ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അവിടെയും വാട്സപ്പ് ഉപയോഗിക്കുന്ന അവസ്ഥ, അവിടെയും നമ്മൾ പരസ്പരം അങ്ങനെ ഒരുപാട് പേര് കൂടുമ്പോൾ ഇങ്ങനെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഇങ്ങനെ ഒരു എരമ്പൽ സംസാരിക്കുന്നതും മറ്റുള്ള വളരെ ലാഘവത്തോട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ കുറ്റത്തിന് കാരണമാകാൻ പാടില്ല. അതിലും ഭേദം കിടന്നുറങ്ങലാണ്. ഞാൻ കൃത്യമായിട്ട് പറയാൻ അറിയില്ലാത്തൊരു പറഞ്ഞു കൊടുക്കണം. അള്ളാൻ്റെ പള്ളിയിൽ സംസാരിക്കുക 40 കൊല്ലത്തെ അമലങ്ങൾ മുറിഞ്ഞു പോകും. 40 കൊല്ലത്തെ അമല് മുറിഞ്ഞു പോകും. നമ്മളിവിടെ കൊല്ലക്കണക്കിന് കാലത്തെ അമല് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഉള്ള അമല് മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവരെ കണ്ടാൽ അവരുടെ കൂടെ ഇരിക്കാൻ അവിടുന്ന് നമ്മൾ എസ്കേപ്പ് ആകണമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ സംസാരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് പോകരുത്. ആരെങ്കിലും സംസാരം ദുനിയവേ ചർച്ചയിലേക്ക് വന്ന പയ്യെ അവിടുന്ന് പോന്നോളണമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. അവർ ഖിയാമത്ത് നാളിൻ്റെ ഉമ്മത്താണ്, അവർ വേസ്റ്റാണ്, അള്ളാഹ്ക്ക് ആവശ്യമില്ലാത്തവരാണ്. അത്ര മോശമാണ്. അതിലേക്കൊന്നും ഈ പരിശുദ്ധമായ രാവിലെ പ്രത്യേകിച്ച് പോകാൻ പാടില്ല. അറിയാതെ പോകും. അതുകൊണ്ടാണ് പറയുന്ന ആൾ കൂടുതലല്ലേ. ആ ബഹുമാനമൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവരും തന്നെ അൽഹംദുലില്ലാ. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ ചേർന്ന് വരുന്ന പകലിനും വല്ലാത്ത ഫളലാണ്, ശ്രേഷ്ഠതയാണ് നമ്മൾ പരിഗണിച്ചു കൊടുക്കുക. അതിൽ ഏറ്റവും പരിഗണിക്കേണ്ടത് ഇന്നത്തെ രാവിൽ നമ്മുടെ മരിച്ചുവരെ കുറിച്ചാണ്. അവരുടെ റൂഹകൾ നമ്മളെ തേടി വരുന്ന പരിശുദ്ധമായ രാവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ദ്വാരക്കുക, ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, അവർക്ക് വേണ്ടി ഹദിയ കൊടുക്കുക. അവരുടെ പേരിൽ ഹദിയ കൊടുക്കുക. നമ്മൾ മരിച്ചുപോയ വാപ്പാടെ ഉമ്മാടെ ഉസ്താദുമാരുടെ കാരണവന്മാരുടെ പേരിൽ എത്ര സന്തോഷമാണ്. സിയാറത്തുകൾ നടക്കട്ടെ. ഇന്നത്തെ രാവ് നാളത്തെ പകലൊക്കെ സിയാറത്ത് നടക്കട്ടെ. നമ്മൾ മരിച്ചുപോയവരുടെ ഖബർ സിയാറത്ത് എത്ര കൂലിയാണ്, എത്ര മനോഹരമാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ പോരിശയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ദുആനെ കുറിച്ചാണ്. ആ ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ ജഅൽനി ഫീഹി സഈ മശ്കൂറ വദംബി മഗ്ഫൂറ വഐബി ഫീഹി ബിജൂദിക മസ്തൂറ യാ സാമിഅ അസ്വാത്തിൽ മുബ്തഹിലീൻ. മനോഹരമായ ദുആയാണ്. അല്ലാഹുവേ, എൻ്റെ പരിശ്രമം, എൻ്റെ സഈ, അത് നിനക്കുള്ള നന്ദിയായി നീ പരിഗണിക്കണം, ശുക്രായിട്ട് പരിഗണിക്കണം. എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം, അത് പുറത്തു തരണം. എൻ്റെ എല്ലാ ന്യൂനതകളും നിൻ്റെ ഔദാര്യത്താൽ അത് മറച്ചു വെക്കണം. എൻ്റെ ന്യൂനതയൊന്നും നീ വെളിവാക്കി എന്നെ മോശക്കാരനാക്കരുത്, ഞാൻ മോശത്തിലാകരുത്. ദുഃഖിതരുടെ രോധനങ്ങൾ കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നീ വിഷമിക്കുന്നവരുടെ വിഷമം കേൾക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്നാണ്. ഇതാണ് സ്പെഷ്യൽ ദുആ. ഇനി ഇന്ന് തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്നത് ഭയങ്കര ബിഗ് ഓഫറാണ്. ഹദീസിൽ കാണുന്നുണ്ട്, ജാസ യൗമുൽ ഖിയാമത്തി അല സിറാത്തി ഖൽ ബർഖിൽ ഹതിഫ്. അതായത് മിന്നൽ വേഗതയിൽ സിറാത്ത് കടന്നു പോകും. 2, 3, 4 വർഷങ്ങൾക്ക് നിരങ്ങി കിടക്കുന്ന ആളുകളുണ്ട്. പലരും വീണു പോകുന്നവരുണ്ട് നരകത്തിലേക്ക്. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഉടൻ മിന്നൽ വേഗതയിൽ സിറാത്ത് കിടക്കുന്നവർ ഇന്നത്തെ തറാവീഹിൻ്റെ ഭാഗ്യമുള്ളവരാണ്. മുടങ്ങാതെ നോക്കണം. അല്ലാഹു സഹായിക്കട്ടെ.
അള്ളാഹു നമുക്ക് എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.